അയൽക്കൂട്ടം വെച്ച് നൽകിയ തട്ടുകടയിൽ വൈദ്യുതി ഇല്ലാത്തതുകൊണ്ട് ദുരിതം അനുഭവിക്കുകയാണ് ഭിന്നശേഷിക്കാരിയായ യുവതി. കൊച്ചി തോപ്പുംപടി സ്വദേശിനി ആൻഡ്രിയയാണ് കോർപ്പറേഷൻ അധികാരികളും വൈദ്യുതി വകുപ്പിന് മുന്നിൽ കേഴുന്നത്. വൈദ്യുതി ഇല്ലാത്തതുകൊണ്ട് കച്ചവട സമയമായ രാത്രിയിൽ കടയടക്കേണ്ട ഗതികേടിലാണെന്നാണ് ഈ പെൺകുട്ടി ഇപ്പോൾ പറയുന്നത്. ഞങ്ങൾ ഈ കൊച്ചു കടയിലേക്ക് എത്തുമ്പോൾ നേരം ഇരുട്ടി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുവരെ നടന്ന കച്ചവടം 20 രൂപയുടെ ഒരു സോപ്പ് പൊടി പാക്കറ്റ് പോയത് മാത്രം. 9 മാസങ്ങൾക്ക് മുൻപാണ് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്ന വഴിയിലുള്ള കൂവപ്പാടം വാട്ടർ ടാങ്കിന് മുന്നിൽ CDS അയൽക്കൂട്ടം വഴി കാലുകൾക്ക് വൈകല്യം ബാധിച്ച ആൻഡ്രിയയ്ക്ക് തട്ടുകട ലഭിച്ചത്. എന്നാൽ ഇവിടേക്ക് വൈദ്യുതി നൽകിയില്ല. കോർപ്പറേഷൻ ലൈസൻസ് ഇല്ല എന്നുള്ള കാരണം വൈദ്യുതി വകുപ്പ് പറയുന്നു. കൂടാതെ പലവിധ ന്യായങ്ങൾ. ഇങ്ങനെ ചുവപ്പുനാടയിൽ കുരുങ്ങി എന്തു ചെയ്യണമെന്നറിയാതെ അവൾ വിതുമ്പി. പലതവണ അധികൃതർക്ക് മുന്നിലെത്തി. വെളിച്ചം മാത്രം എത്തിയില്ല. ഇത്തിരി നേരത്തെയാണ് 20 രൂപ എനിക്ക് ഒരാൾ വന്ന് ഒരു സോപ്പ് പൊടി വാങ്ങിയത്. കറണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും വെള്ളമെങ്കിലും വിൽക്കാം. ഇവിടെ കറണ്ട് കിട്ടിയില്ല, എനിക്ക് ഇരിക്കാൻ പറ്റില്ല. നേരത്തെ ഞാൻ തല ഇറങ്ങി വീണ്. ചൂട് കാരണം എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഇത് കണ്ടാ നിങ്ങൾ ഷീറ്റാണ്. എന്റെ അപ്പനമ്മ ഇപ്പൊ എന്നെ നോക്കണേന്ന്. ഞാനാണ് അവരെ നോക്കണ്ടത്. ഇത്രയും വലിയ കൊച്ചായിട്ട് എന്നെയാണ് അവര് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കച്ചവടം തുടങ്ങിക്കോളൂ, എല്ലാം പുറകെ വരുമെന്ന് CDSൽ നിന്നുൾപ്പെടെ പറഞ്ഞു. ലോണെടുത്ത് അച്ഛൻ സ്റ്റീഫൻ സ്വിച്ച് ബോർഡ് അടക്കം കടയിൽ വെച്ചു. 1.5 ലക്ഷത്തോളം കടം. CDSകാരോട് പറയുമ്പോ അവര് പറഞ്ഞ കറണ്ടൊക്കെ പുറകെ വരും എന്നാണ്. അപേക്ഷ സമർപ്പിച്ചപ്പോ പറഞ്ഞ് നാളെ തന്നെ കറണ്ട് കിട്ടും, നിങ്ങളെ ഇലക്ട്രീഷ്യനെ കൊണ്ട് ഇലക്ട്രിക് വയറിംഗ് ചെയ്യിപ്പിച്ചോന്ന് പറഞ്ഞവര്. എന്നിട്ട് അതൊക്കെ പലിശക്ക് എടുത്ത് ചെയ്യിപ്പിച്ചു കഴിഞ്ഞപ്പോ അവര് പറയണ കറണ്ട് തരാൻ പറ്റൂല, സെക്ഷൻ വേറെയാണെന്ന് പറഞ്ഞ്. അപ്പൊ പലിശക്ക് എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ഇപ്പൊ ഒരു 1.5 ലക്ഷം രൂപയോളം അപ്പൊക്കെ കടമുണ്ട് പലിശക്ക്. ഒരു ചെറിയ ടോർച്ചിന്റെ വെട്ടം, കടിച്ചുകൊല്ലുന്ന കൊതുകുകളെ അകറ്റാൻ പേരിന് പോലും ഇല്ലാത്ത ഒരു ഫാൻ. രാത്രിയാണ് പ്രധാനമായും കച്ചവടം നടക്കേണ്ടത്. തൊട്ടടുത്ത കടകളിലെല്ലാം വൈദ്യുതിയുണ്ട്, തിരക്കുമുണ്ട്. ആൻഡ്രിയ വേദനയോടെ ചോദിക്കുന്നു, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ആകനെ മൊത്തത്തിൽ കുടുങ്ങിയിരിക്കണ കടയില്. എനിക്ക് ജോലിയും ഇല്ല, വൈകല്യവും ദൈവം ജന്മന തന്നുപോയി. എനിക്ക് വൈകല്യം ഉണ്ട്, എന്റെ അപ്പനമ്മനെ എനിക്ക് നോക്കാനും പറ്റുള്ള കറണ്ടും ഇല്ല. മൊത്തത്തിൽ കുടുങ്ങിയിരിക്കണം. ഒരു സ്വന്തം വീടില്ല. ഒരു സ്വന്തം വീടുണ്ടെങ്കിൽ അവിടെയെങ്കിലും കടയിട്ട് കറണ്ട് അവിടെന്തെങ്കിലും ഒരുക്കിപ്പോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. സജിൽ ഗുരുവായൂരിനൊപ്പം വിപിൻ C വിജയൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.